ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഡറിനെ കുറിച്ചാണ്. എന്താണ് ആഡർ, എന്താണ് അതിൻ്റെ യൂസ്, ഏതൊക്കെ ടൈപ്പിലുള്ള ആഡർ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്, പിന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ എന്താണ് ആഡർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്താണ്, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടും സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടും തമ്മിലൊക്കെയുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീഡിയോ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ പോയി വാച്ച് ചെയ്യുക. ആഡറിൻ്റെ കേസ് വരുമ്പോൾ എന്താണ് ആഡർ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ആഡർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. നമുക്ക് ഡിജിറ്റൽ ഡിവൈസുകൾക്ക് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസുകളുടെ ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം കോമൺലി ഒരുവിധം എല്ലാ ഡിജിറ്റൽ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ പ്രോസസ്സേഴ്സ്, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, ഡിജിറ്റൽ അരിത്തമാറ്റിക്സ്, അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ് ഈ ആഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബൈനറി അഡീഷൻ ആണ്. അതായത് ബൈനറി നമ്പേഴ്സിന് രണ്ട് ടൈപ്പിൽ ചെയ്യാനുണ്ട്. ബൈനറി അഡീഷൻ ചെയ്യാനാണ് നമ്മൾ ആഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിലാണ് മെയിനായിട്ട് ആഡർ ഉള്ളത്. ഹാഫ് ആഡർ, ഫുൾ ആഡർ എന്ന് പറഞ്ഞിട്ടാണ് ആ ടൈപ്പുകൾ. അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് ആഡർ എന്താണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഹാഫ് ആഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ബൈനറി ഡിജിറ്റുകളെ ആഡ് ചെയ്തുകൊണ്ട് രണ്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആഡറാണ് ഹാഫ് ആഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ് രണ്ട് ഇൻപുട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ സമ്മായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് സം എസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടും, പിന്നെ ഒരു ക്യാരിയും കിട്ടും. എസ് എന്ന് പറയുന്നത് ആ അഡീഷൻ്റെ റിസൾട്ട് ആയിരിക്കും. സി എന്ന് പറയുന്നത് ക്യാരി ബിറ്റ് ആയിരിക്കും, നെക്സ്റ്റ് ഹയർ ഓർഡർ ബിറ്റിലേക്ക് പാസ് ചെയ്യാനുള്ള ക്യാരി ബിറ്റ്. എങ്ങനെയാണ് ഈ ഹാഫ് ആഡറിൻ്റെ ലോജിക് എക്സ്പ്രഷൻ കിടക്കുന്നതെന്ന് നോക്കാം. സമ്മ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു എക്സോർ ഗേറ്റ് യൂസ് ചെയ്ത് എക്സോർ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക. അപ്പോൾ സം ഈക്വൽ ടു എ എക്സോർ ബി ആണ്. ക്യാരി എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക. അപ്പോൾ എ ആൻഡ് ബി ചെയ്തുകൊണ്ടാണ് ക്യാരി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും. ഇവിടെ നമ്മൾ എയും ബിയും കൊടുത്തിട്ടുണ്ട്, അതിന് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. ആദ്യം രണ്ടിനും 0 കൊടുക്കുന്ന കേസിൽ സം എന്ത് കിട്ടി, 0 കിട്ടി. കാരണം എക്സോർ ഓപ്പറേഷൻ്റെ അകത്ത് രണ്ട് ഇൻപുട്ടുകളും സെയിം ആണെങ്കിൽ, എ ഈക്വൽ ടു ബി ആണ് എങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. സെക്കൻഡ് കേസിൽ 0യും 1ഉം ആണ്. അപ്പോൾ എയും ബിയും ഈക്വൽ അല്ല. ആ കേസിൽ എക്സോറിൻ്റെ കേസ് 1 കിട്ടും. എ 1ഉം ബി 0 ആണ് കേസിലും 1 കിട്ടും. പക്ഷേ എയും ബിയും 1 ആവുന്ന കേസ് എന്താണ്, എ ഈക്വൽ ടു ബി ആണ്. അവിടെ എക്സോറിൻ്റെ റിസൾട്ട് 0 ആണ് കിട്ടുക. അങ്ങനെയാണ് ഈ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എക്സോർ ഗേറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ആ ഡൗട്ടുള്ളവർ അവിടെ പോയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഇനി ക്യാരി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ലോജിക് എക്സ്പ്രഷൻ എ ആൻഡ് ബി ആണ് ചെയ്യുക. അതായത് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ രണ്ടും 0 ഉള്ള കേസിൽ ക്യാരി 0 കിട്ടും. എ 0യും ബി 1 ആവുന്ന കേസിലും ക്യാരി 0 വരും. എ 1ഉം ബി 0 ആവുന്ന കേസിലും ക്യാരി 0 വരും. പക്ഷേ എയും ബിയും 1 ആവുന്ന കേസിൽ മാത്രം ക്യാരി 1 വരും. അങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് കിടക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സോറിൻ്റെ വീഡിയോയും ആൻഡിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവും. ഇനി ഇതിൻ്റെ ഒരു ലോജിക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു എക്സോർ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് സമ്മ്. പിന്നെ ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് ക്യാരി. ക്യാരി എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. സമ്മ് എന്ന് പറയുന്നത് എ എക്സോർ ബി ആണ്. ഈ എ എക്സോർ ബീനെ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ബി ഓർ എ കോംപ്ലിമെൻറ്റ് ബി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളത് നമ്മുടെ എക്സോറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതും. അതായത് നമ്മളുടെ ബേസിക് ലോജിക് ഗേറ്റ് ആയിട്ടുള്ള ആൻഡും ഓറും നോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സോർ ഡെവലപ്പ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനാണിത് കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു ഡയഗ്രാം നമുക്ക് നോക്കാം. ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നൊരു ഫിഗർ മാത്രമാണ്. എ ബി എന്ന രണ്ട് ഇൻപുട്ട് ഉണ്ട്, സമ്മും ക്യാരി എന്ന് പറഞ്ഞ രണ്ട്, എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ടും സമ്മും ക്യാരി എന്ന് പറഞ്ഞ രണ്ട് ഔട്ട്പുട്ടും ഉണ്ട് കേട്ടോ. ഇനി ഫുൾ ആഡറിൻ്റെ കേസിലേക്ക് പോകുമ്പോൾ, ഫുൾ ആഡറിനകത്ത്
3 ബൈനറി ബിറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുക. ഹാഫ് ആഡറിൻ്റെ കേസിൽ 2 ബൈനറി ബിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ ഫുൾ ആഡറിൻ്റെ കേസിൽ 3 ബൈനറി ബിറ്റുകൾ ആഡ് ചെയ്യും. ഒന്ന് ഇൻപുട്ട് ബിറ്റുകളായിട്ടുള്ള എയും ബിയും ആണ്. പിന്നെ ഒന്ന് ക്യാരി ഇൻ എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേജിൽ വരുന്ന ക്യാരിയാണ്. ഔട്ട്പുട്ടായിട്ട് വരുന്നത് സം ഉണ്ട്, യെസ്, പിന്നെ ക്യാരി ഔട്ട് ഉണ്ട്. അതിന് നമ്മൾ സി ഔട്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഫുൾ ആഡറും ഹാഫ് ആഡറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആഡറിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, 2 ഇൻപുട്ടുകളും 2 ഔട്ട്പുട്ടുകളും വരുമ്പോൾ ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്ടുകളും 2 ഔട്ട്പുട്ടുകളാണ് വരിക. ഇതിൻ്റെ ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി ഇന്നാണ്. എല്ലാം കൂടെ അതായത് 3 ഇൻപുട്ടുകളും കൂടെ എക്സോർ ചെയ്യുന്ന പരിപാടിയാണ്. സി ഔട്ട് എന്ന് പറയുന്ന ക്യാരി ഔട്ടിൻ്റെ റിസൾട്ട് വരിക എ ആൻഡ് ബി ഓർ ബി ആൻഡ് സി ഇൻ ഓർ എ ആൻഡ് സി ഇൻ ആണ്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ 3 ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ എ 0 ബി 0 സി ഇനാണ് ആദ്യം വരിക. പിന്നെ ഓരോന്ന് 1 ആക്കി കൊടുക്കുക, പിന്നെ 2 1 ആക്കി കൊടുക്കുക, പിന്നെ 3 1 ആക്കി കൊടുക്കുക. അത്രയും പോസിബിലിറ്റി ആണല്ലോ 3 ഇൻപുട്ടുകൾ ഉണ്ടാകുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ലോജിക്കൽ എക്സ്പ്രഷൻ മസ്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും. എയും ബിയും സിയും 0 ആവുന്ന കേസിൽ സമ്മ് 0, സി ഔട്ടും 0. എയും ബിയും 0, സി ഇന്ന് മാത്രം 1 ആവുന്ന കേസിൽ സമ്മ് 1 ആണ്. കാരണം എന്താണ്, എക്സോറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒന്ന് 1 ആയ റിസൾട്ട് 1 കിട്ടും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ്റെ കേസാണല്ലോ സി ഔട്ടിൽ നടക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ 0 കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ 0 വന്നത്. അടുത്ത കേസിൽ എ 0 ബി 1 സി ഇന് 0. അവിടെയും സെയിം ആണ്. കാരണം എക്സോർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് 1 ആയ 1 അതുകൊണ്ടാണ് സമ്മ് 1 ആയത്. ആൻഡ് ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒന്ന് 1 ആയിട്ട് കാര്യമില്ല, 0 കിട്ടുള്ളൂ. അതാണ് തേർഡ് 1ന് 0 സി ഔട്ട് കിട്ടിയത്. അടുത്തതോ എ 0 ബി 1 സി ഇന് 1 ആണ്. അപ്പോൾ 2 1 ആയി കഴിഞ്ഞാൽ എക്സോർ ഓപ്പറേഷനിൽ 0 കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എസ് എന്ത് കിട്ടി, 0 കിട്ടി. എന്നാൽ ആൻഡ് ഓപ്പറേഷൻ അതായത് സി ഔട്ടിൻ്റെ കേസിൽ 2 1 വന്നാൽ റിസൾട്ട് 1 ആണ് കിട്ടുക. അതുകൊണ്ടാണ് 4ാമത്തത് 1 കിട്ടി. അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ലേ? ചെയ്യുന്നത് കാണുമ്പോൾ ലോജിക്ക് എങ്ങനെയാണ് വരുന്നത്? അടുത്ത കേസിൽ എ 1ഉം ബി 0 സി ഇനും 0 ആണ്. അവിടെ നമ്മളുടെ സമ്മ് 1 കിട്ടും. കാരണം എക്സോർ ഓപ്പറേഷൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ നിങ്ങൾ എക്സിക്യൂഷനിൽ അപ്ലൈ ചെയ്താലും ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എഴുതിയിട്ടാണ്. സി ഔട്ടിനകത്ത് നടക്കുന്നത് ആൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് 1 ആയാലും 0 അവിടെ കിട്ടുള്ളൂ. അടുത്ത കേസിൽ എ 1 ബി 0 സി ഇന് 1 ആണ്. 2 1 ആയി കഴിഞ്ഞാൽ സമ്മിലകത്ത് 0 കിട്ടുള്ളൂ. കാരണം എക്സോർ ഓപ്പറേഷൻ ആണ്. പക്ഷേ സി ഔട്ട് ആൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് 2 1 വന്നപ്പോൾ റിസൾട്ട് 1 വന്നു. ഇനി അടുത്തത് എ 1ഉം ബി 1ഉം സി ഇന് 0 ആണ്. 2 1 എന്നുകൊണ്ട് എക്സോർ ഓപ്പറേഷൻ 0 കിട്ടിയതാണ് സമ്മ് 0. സി ഔട്ട് 2 1 വന്നാൽ 1 ആണ് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് സി ഔട്ട് 1 കിട്ടി. അടുത്തതോ എ 1 ബി 1 സി ഇന് 1 ഒക്കെ 1 ആയപ്പോൾ സമ്മും 1 കിട്ടി. എന്നാൽ സി ഔട്ടും 1 കിട്ടി. കാരണം എന്താണ്, 3 1 ആയതുകൊണ്ട് ഓഡ് ടൈപ്പായി മാറിയില്ലേ. അതുകൊണ്ടാണ് എക്സോർ ചെയ്യുമ്പോൾ 1 കിട്ടുന്നത്. പിന്നെ സി ഔട്ടിൻ്റെ കേസിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ആൻഡ് ഓപ്പറേഷൻ 3 1 ഒക്കെ ആകുമ്പോൾ 1 തന്നെ വരാനുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു എന്താണ് നമ്മുടെ എന്താ പറയുക സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. എയും ബിയും സിയുണ്ട് 3 കൂടെ പോകുന്നത് എക്സോർ ഓപ്പറേഷനിലൂടെയാണ്. അപ്പോൾ ഒരു എക്സോർ ഗേറ്റ് വെച്ച് കൊടുത്ത് അവിടെ സമ്മ് കൊടുത്തു. പിന്നുള്ളതാണ് 3 ആൻഡ് ഗേറ്റുമാണ് അവിടെ. കാരണം എയും ബിയും കൂടി ഒരു ആൻഡിലൂടെ പോകുന്നുണ്ട്. എയും സിനും കൂടെ ഒരു ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ബിയും സിനും കൂടെ ഒരു ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് 3 ആൻഡ് ഗേറ്റ് കൊടുത്ത് പിന്നെ 3 കൂടെ എന്തായി ഒരു ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ടാണ് സി ഔട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി അടുത്ത ഫുൾ ആഡറിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസിലാണ്. എ ബി സി ഇൻ എന്ന് പറഞ്ഞ് 3 ഇൻപുട്ട്. ഇനി ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒരു ഫുൾ ആഡർ കൊണ്ടോ ഒരു ഹാഫ് ആഡർ കൊണ്ടോ ഒന്നും പെർഫോം ചെയ്യാൻ കഴിയില്ല. മൾട്ടി ബിറ്റ് നമ്പേഴ്സിൻ്റെ ആഡേഴ്സ് വേണം. അതായത് മൾട്ടിപ്പിൾ ഫുൾ ആഡേഴ്സ് കണക്ട് ചെയ്തുകൊണ്ട് സീക്വൻഷ്യലായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഡിവൈസുകളൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റിപ്പിൾ ക്യാരി ആഡറാണ് RCA. ഫുൾ ആഡേഴ്സിന് സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ ചെയിനാക്കി വെച്ചിട്ടാണ് അതിനകത്ത് ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് ക്യാരി പ്രോപ്പഗേഷൻ ഒരുപാട് വരുന്നതുകൊണ്ട് പലപ്പോഴും സ്ലോവറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത് CLA. ഇത് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ടാണ് പെർഫോം ചെയ്യുക. കാരണം എന്താണ്, ക്യാരി എന്താണെന്ന് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് പ്രോസസ്സിങ് നടക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. പിന്നെ BCD ആഡർ ഉണ്ട്. ഇതിനകത്ത് ബൈനറി കോഡ് ഡെസിമൽ നമ്പേഴ്സാണ് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ മെയിനായിട്ട് 3 ടൈപ്പിലുള്ള മൾട്ടി ബിറ്റ് ആഡേഴ്സാണുള്ളത്. റിപ്പിൾ ക്യാരി ആഡർ, ക്യാരി ലുക്ക് അഹെഡ് ആഡർ, BCD ആഡർ.
ഇത്രയാണ് ആഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഹാഫ് ആഡർ ഡിസ്കസ് ചെയ്തു, ഫുൾ ആഡർ ഡിസ്കസ് ചെയ്തു, മൾട്ടി ബിറ്റ് ആഡേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്